നാളെയാണ് വഖഫ് ഭേദഗതി ബില്ലിൻ്റെ ദിവസം. എമ്പുരാനിൽ മുങ്ങി മാഞ്ഞുപോയിരിക്കുകയാണ് വഖഫ്. എമ്പുരാനിൽ മുങ്ങി മാഞ്ഞുപോയിരിക്കുകയാണ് വഖഫ്. മുനമ്പത്തുകാർ അനുഭവിക്കുന്നതും അവരുടെ പ്രശ്നങ്ങളും ഇപ്പോൾ ആരും കാണുന്നില്ല. നാളെയാണ് വഖഫ് ഭേദഗതി ബില്ലിൻ്റെ ദിവസം. 1995 ഇപ്പോഴുള്ള വഖഫ് നിയമം നിലവിൽ വന്നത്. അതായത് കോടതിക്ക് സമാനമായ അവകാശങ്ങളുള്ള ഒന്ന്, അതാണ് വഖഫ്. സ്ഥലമോ സ്ഥാപനമോ എന്തു തന്നെയായാലും വഖഫിൻ്റെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അവർ നിന്നാൽ സ്ഥലമുടമയ്ക്ക് പോലും ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ. കോടതിയിൽ പോലും പോയി ഒന്ന് നിയമപരമായി പോരാട്ടം പോലും നടത്താൻ കഴിയാത്ത അവസ്ഥ. വഖഫിൻ്റെ ഭൂമിയാണ്, വഖഫിൻ്റെ സ്ഥലമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഖഫ് ട്രിബ്യൂണലിലാണ് പോകേണ്ടത്. വഖഫ് ട്രിബ്യൂണലിൽ ഇരിക്കുന്ന എല്ലാവരും വഖഫുമായി ബന്ധമുള്ളവർ. പിന്നെ അതുകൊണ്ട് എന്താണ് ഗുണമുള്ളത്? പാവം പിടിച്ച് ജനങ്ങൾ വർഷങ്ങളോളം കഷ്ടപ്പെട്ടും അധ്വാനിച്ചും ഉണ്ടാക്കിയ വീടും സ്ഥലവും അല്ലെങ്കിൽ മറ്റുള്ള സ്വത്തുക്കളെല്ലാം വഖഫിൻ്റെ പേരിലെന്ന് പറഞ്ഞുകൊണ്ട് കള്ളത്തരമായി എഴുതിയെടുക്കുന്ന രീതി അല്ലെങ്കിൽ അടിച്ചു മാറ്റുന്ന ഒരു രീതി. ഇതുകൊണ്ട് ജനങ്ങൾക്ക് എന്താണ് ഗുണം? രാജ്യത്തിന് എന്താണ് ഗുണം? രാജ്യത്തുള്ള ജനങ്ങൾക്കെല്ലാം, സംഘടനകൾക്കെല്ലാം, മതങ്ങൾക്കെല്ലാം ഒരേ നിയമം വേണം. അല്ലാതെ രാജ്യത്തുള്ള പലർക്കും പല നിയമം എന്ന രീതിയിലുള്ളതോ നടക്കുന്ന കാര്യമല്ലല്ലോ. രാജ്യത്തിനോ ജനങ്ങൾക്കോ ഒരു ഗുണവുമില്ലാത്ത ഒന്നാണ് ഈ വഖഫ്. എന്തിനേറെ പറയുന്നു, മുസ്ലിം രാജ്യങ്ങളിൽ പോലും നിലവിലില്ലാത്ത ഒരു നിയമം വഖഫ്. എന്നിട്ടാണ് ഇന്ത്യയിൽ, നമ്മുടെ ഭാരതത്തിൽ, ജനാധിപത്യ ഭാരതത്തിൽ ഇങ്ങനെയൊരു നിയമം കൊണ്ടുവന്നു വെച്ചിരിക്കുന്നത്. അതിൻ്റെ ആവശ്യകത എന്താണ്? ആർക്കാണ് അതുകൊണ്ട് ഗുണമുള്ളത്? എന്തിനേറെ പറയുന്നു, മുസ്ലിം സഹോദരങ്ങൾക്ക് പോലും ഇതിലെന്ത് ഗുണമാണുള്ളത്? വഖഫ് ഭേദഗതി ബിൽ കൊണ്ടുവന്ന് വഖഫിനെ ഈ നിലയിലേക്ക്, ജനങ്ങളെയെല്ലാം ഊറ്റിക്കുടിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവന്നത് കോൺഗ്രസ് എന്ന സംഘടനയാണ്, കോൺഗ്രസ് എന്ന പാർട്ടിയാണ്. നാറിയ രാഷ്ട്രീയം കളിച്ച് ഇങ്ങനെ നേടിയെടുക്കുന്നത് കൊണ്ട്, ഇങ്ങനെ വോട്ട് നേടുന്നത് കൊണ്ട് എന്ത് ഗുണമാണുള്ളത്? നാളെ നിങ്ങളുടെ പുത്രന്മാരും നിങ്ങളുടെ മക്കളും പറയും, അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥലവും ഇതേപോലെ വഖഫ് കൊണ്ടുപോകും. എൻ്റെ കാഴ്ചപ്പാടിൽ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ, ഇതുപോലെയുള്ള തീരുമാനങ്ങളാണ് കോൺഗ്രസിനെ ഈ രീതിയിലേക്ക് കൊണ്ടുവന്നത്, ഇന്നത്തെ നിലയിലേക്ക് കൊണ്ടുവന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞ് അഹങ്കരിച്ച് നടന്നിരുന്ന കോൺഗ്രസ്സിൽ ഇപ്പോൾ അപ്പം ചൂടാനുള്ള ആൾക്കാർ പോലും ഇല്ലല്ലോ. ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ മൂലമാണ് ഇതെല്ലാം സംഭവിച്ചത്. വഖഫിനെ കൊണ്ട് ആർക്കാണ് ഗുണമുള്ളത്? ഹിന്ദു സഹോദരങ്ങൾക്ക് ഗുണമുണ്ടോ? ക്രിസ്ത്യൻ സഹോദരങ്ങൾക്ക് ഗുണമുണ്ടോ? മുസ്ലിം സഹോദരങ്ങൾക്ക് ഗുണമുണ്ടോ? ആർക്കാണ് ഗുണമുള്ളത്? ഏറ്റവും കൂടുതൽ വഖഫിനെ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കാൻ പോകുന്നത് മുസ്ലിം സഹോദരന്മാരാണ്. എന്തെന്ന് വെച്ചാൽ അവരുടെ ഒരു തുണ്ട് ഭൂമി വിൽക്കണമെങ്കിൽ സ്വന്തം സമുദായത്തിൽപ്പെട്ടവരല്ലാതെ വേറെ ആരെങ്കിലും അത് വാങ്ങുമോ? വിശ്വസിച്ച് ധൈര്യപ്പെട്ടു വാങ്ങാൻ ആർക്കെങ്കിലും സാധിക്കുമോ? ഇന്ന് ഭൂമി വാങ്ങിയാൽ, ഇന്നൊരു സ്ഥലം വാങ്ങിയാൽ നാളെ അത് എൻ്റെയാണ് എന്ന് പറഞ്ഞ് വഖഫ് വരില്ലേ? എന്നോട് പറഞ്ഞിട്ടുണ്ട് അതെൻ്റെ സ്ഥലമാണെന്ന് എന്ന് പറഞ്ഞ് വഖഫ് വരില്ല എന്ന് എന്ത് കണ്ട് നമ്മൾ വിശ്വസിക്കും? എങ്ങനെ ഒരു സ്ഥലം വാങ്ങാൻ കഴിയും? അതുകൊണ്ട് ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കാൻ പോകുന്നത് മുസ്ലിം സഹോദരന്മാരാണ്. ഇതുപോലെയുള്ള വൃത്തികെട്ട നിയമങ്ങൾ പൊളിച്ചെഴുതുക തന്നെ വേണം. വഖഫിനെതിരെ ക്രിസ്ത്യൻ സഭ, ക്രിസ്ത്യൻ മത നേതാക്കളെല്ലാം തന്നെ ഇപ്പോൾ മുന്നിട്ട് വന്നിട്ടുണ്ട്. കേരളത്തിലെ MP-മാരോട് നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് വ്യക്തമായി ചോദിച്ചിട്ടുണ്ട്. എന്നിട്ട് പോലും ക്രിസ്ത്യാനികളുടെ വോട്ട് വാങ്ങി അധികാരത്തിൽ വന്ന കോൺഗ്രസിൻ്റെ നാറിയ കളികൾ കണ്ടില്ലേ? ഇപ്പോൾ ഞങ്ങൾ ഇതിനെതിരെ നിൽക്കില്ല, അല്ലെങ്കിൽ വഖഫ് എന്നതിനെതിരെ നിൽക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന് വ്യക്തമായി കോൺഗ്രസ് പറഞ്ഞു. ഈ നാറിയ കളികളാണ് കോൺഗ്രസിൻ്റെ അടിത്തറ പോലും ഇളക്കാൻ പോകുന്നത്. ഇതുപോലെയുള്ള വൃത്തികെട്ട കളികൾ. ഇന്ന് മുനമ്പത്തുകാരാണ് ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതെങ്കിൽ നാളെ അത് നമുക്കും വരാം, നമ്മുടെ വരും തലമുറയ്ക്കും വരാം. അത് ചിന്തിച്ചുകൊണ്ട് മാത്രം പ്രവർത്തിക്കുക. ഇതുപോലെയുള്ള വൃത്തികെട്ട നിയമങ്ങൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള വൃത്തികെട്ട പരിപാടികൾ അവസാനിപ്പിക്കുക.